ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വീണ്ടും ഒരു കാക്കയുടെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കേൾക്കണം കേട്ടോ. എന്നാൽ പറയട്ടെ, പണ്ട് പണ്ട് ഒരു വീട്ടിൽ ഒരു മുത്തശ്ശി താമസിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഒരു ചെറിയ ഓല വീട്ടിൽ തന്നെ താമസിച്ചായിരുന്നേ. വേറെ ആരും ഉണ്ടായിരുന്നില്ല കൂട്ടിന്. അപ്പോൾ മുത്തശ്ശി എന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയുടെ ഒരു കുഞ്ഞേ അറയുന്നുണ്ട്, അവിടെ ചെന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എന്നും അതെ മുത്തശ്ശി കാണും. അവിടെ അടുക്കളയുടെ ഭാഗത്തുള്ള ഒരു ഒരു മാവിൻ്റെ തൈയുണ്ട്. അതുമ്പോൾ എന്നും ഒരു കാക്ക വന്നിരുന്ന് മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മുത്തശ്ശി വിചാരിക്കും, പാവം കാക്ക വിശന്നിട്ടാവും, അതിനും എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശി ഓരോ ഉരുള ചോറ് ദിവസവും മുറ്റത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അത് കാക്ക ദിവസവും കൊത്തി തിന്നുണ്ടാ. അപ്പോൾ അന്നത്തെ കാക്കകളൊക്കെ വെളുത്ത നിറമുള്ള കാക്കയാണ്, കറുപ്പ് കളറായിരുന്നില്ല. ഇത് പണ്ടത്തെ കഥയാണ് കേട്ടോ. അപ്പോൾ ഈ കറുത്ത കളറൊക്കെ പിന്നീടാണ് കാക്കയ്ക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മുത്തശ്ശി ഇങ്ങനെ ദിവസം ചോറ് വെച്ച് കൊടുത്ത് ഈ കാക്ക തിന്ന് ഈ കാക്ക പെട്ടെന്ന് ഈ മുത്തശ്ശിയോട് ഇണങ്ങിച്ചേരും. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാവും അങ്ങനെ. അപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര ഇഷ്ടമാവും. മുത്തശ്ശിക്കാണെങ്കിൽ വേറെ ആരും കൂട്ടണില്ലല്ലോ. അപ്പോൾ ഈ കാക്കയ്ക്ക് ദിവസം ഭക്ഷണം കൊടുക്കലും അങ്ങനെയായിട്ട് ഇവർ രണ്ടാളും ഭയങ്കര കൂട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു നല്ല മഴ പെയ്തു ഒരു ദിവസം. അപ്പോൾ ഈ കാക്ക ഇവിടെ വന്ന് ഇങ്ങനെ മഴയത്ത് ഈ ചെടിയും ഇരിക്കുകയായിരുന്നു. അപ്പോൾ മുത്തശ്ശി വിചാരിക്കും, പാവം അതിന് നനഞ്ഞ് ഇരിക്കുക, ആകെ തണുക്കുണ്ടാവും, അതിനെ എന്താ ചെയ്യുക, വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശി വിളിക്കും, കാക്കയെ നീ ഇങ്ങോട്ട് വാ, മഴയത്ത് ഇരിക്കണ്ടെന്ന് പറയും. അപ്പോൾ ഓടി ചെല്ലും കാക്കയുടെ അടുത്ത്, എന്നിട്ട് അവിടെ ഇറയത്തി ചെന്നിരിക്കും. അപ്പോൾ പറയും, നിനക്ക് തണുക്കുണ്ടോ ചോദിക്കും. അപ്പോൾ കാക്ക ഇങ്ങനെ തലാട്ടും. അപ്പോൾ പറയും, നീ സാരില്ലേ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിനക്ക് അകത്ത് ചാക്കൊക്കെ ഇട്ട് തരാമെന്ന് പറയും. എന്നിട്ട് അങ്ങനെ ആ മുത്തശ്ശി കിടക്കണ മുറിയിൽ തന്നെ ഒരു ചാക്ക് റൂമിൻ്റെ മുക്കിൽ വിരിച്ചു കൊടുക്കും. അപ്പോൾ കാക്ക അവിടെ വന്ന് ഇരിക്കും. എന്നിട്ട് രാത്രിയൊക്കെ പിന്നെ അവിടെ കിടന്നുറങ്ങൂട്ടാ, മുത്തശ്ശിക്ക് കൂട്ടിന് കിടക്കണ പോലെ. ഇതിന് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയും. മുത്തശ്ശി പിന്നെ സ്ഥിരം അവനെ പുറത്തേക്കൊന്നും ആക്കില്ല. നീ ഇവിടെ തന്നെ കിടന്നോ, ഇവിടെ പുറത്തേക്കൊന്നും പോകണ്ടെന്ന് പറയും. അപ്പോൾ കാക്കയ്ക്കും സന്തോഷമാവും അത്. മുത്തശ്ശിയുടെ കൂടെയുള്ള കൂട്ടും മുത്തശ്ശിയുടെ സ്നേഹവും മുത്തശ്ശിയുടെ ഭക്ഷണം കൊടുക്കലും എല്ലാം കണ്ടപ്പോൾ മുത്തശ്ശീനെ വളരെ ഇഷ്ടമായി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു കേട്ടോ. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാലം വന്നു. മഴക്കാലം വന്നപ്പോൾ ഒരു ദിവസം രാവിലെ മുത്തശ്ശി എൻ്റെ അപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ എണിക്കാനൊന്നും വയ്യ, എന്നാലും മുത്തശ്ശി പതുക്കെ അടുക്കളയിലേക്കൊന്ന് ചെന്ന് നോക്കി. കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ അരി അടപ്പത്തിടാമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കി. അപ്പോൾ മുത്തശ്ശി മഴക്കാലത്തേക്ക് വിറകുകളൊക്കെ വെട്ടി അടുക്കളയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നനഞ്ഞ് കിടക്കുക. മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നനഞ്ഞ് വിറകൊക്കെ നനഞ്ഞ് കിടക്കുക. തീ പിടിപ്പിക്കാനൊന്നും കാണാനില്ല. അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ട് വേണ്ടേ അരി ഇടാൻ വെള്ളമൊക്കെ വയ്ക്കണമെങ്കിൽ. അപ്പോൾ മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കും. അപ്പോൾ ഇത് കാക്ക കണ്ടു വരും. മുത്തശ്ശി അടുക്കളയിലേക്ക് പോകണമെന്ന് നോക്കുമ്പോൾ കാക്കി മെൻറ്റി വരും. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കണത് കാണുമ്പോൾ ചോദിക്കും, എന്താ മുത്തശ്ശി പറ്റിയേ, വിറകൊന്നും കത്തണില്ലേ, മുത്തശ്ശി വിഷമിക്കണ്ട, മുത്തശ്ശിക്ക് വയ്യാത്തോടത്ത് ഒന്നും ചെയ്യണ്ട, മുത്തശ്ശി അകത്ത് വന്ന് കിടക്ക്, ഞാൻ തീ പിടിപ്പിക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ട് വരാം, മുത്തശ്ശി ഇവിടെ ചെന്ന് കിടന്നോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കാക്ക അങ്ങനെ പറന്നു പോകും. പറന്നു പോയി കുറേ ഇങ്ങനെ പറന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും അവൾ അതൊന്നും നോക്കിയില്ല. മഴയായാലും മുത്തശ്ശിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, മഴ നനഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കാക്ക അങ്ങനെ പറന്നു പോയി ഇങ്ങനെ പോകുമ്പോൾ ഒരു പശു തൊഴുത്തിൽ നിന്ന് വൈക്കോല് തിന്നണ കാണും. അപ്പോൾ തൊഴുത്തിൽ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോവാം, മഴ കുറഞ്ഞിട്ട് പോവാം, അതാ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഈ കാക്ക ഈ തൊഴുത്തിൻ്റെ ഒരു കുഞ്ഞ് വരാന്ത പോലെയുണ്ട്, അവിടെ ചെന്നിരിക്കും. എന്നിട്ട് മേലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ കുടഞ്ഞ് കളയും. മഴ കൊണ്ടല്ലേ വന്നേർന്നേ. അപ്പോൾ ആ വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പശു ഇങ്ങനെ വൈക്കോല് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാക്കയ്ക്ക് ഒരു സൂത്രം തോന്നും, വൈക്കോല് തീ പിടിപ്പിക്കാൻ നല്ലതാ, പെട്ടെന്ന് തീ പിടിക്കും, ഇതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോയി മുത്തശ്ശിക്ക് അടുപ്പിൽ വെക്കാൻ കൊടുക്കാം, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഈ കാക്ക പശുവിനോട് ചോദിക്കും, പശുവേ എനിക്ക് കുറച്ച് വൈക്കോല് തരുമോ ചോദിക്കും. അപ്പോൾ അത് കേട്ടിട്ട് പശു ചിരിക്കും, ഹി നിനക്ക് എന്തിനാ വൈക്കോല്, നീ വൈക്കോലൊക്കെ തിന്നുമോ ചോദിക്കും.
അപ്പോൾ പറയും എനിക്ക് തിന്നാനല്ല പശുവേ, എൻ്റെ മുത്തശ്ശി കഞ്ഞി വെക്കാനൊന്നും വിറകില്ലാണ്ട് മഴയത്തൊക്കെ വിറകൊക്കെ നനഞ്ഞു, തീ പിടിപ്പിക്കാനൊന്നും ഇല്ലാണ്ടിരിക്കുക. ഈ വൈക്കോല് കുറച്ച് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് തീ പിടിപ്പിച്ചാൽ പെട്ടെന്ന് തീ പിടിക്കും, അത് കാരണം ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ പശു പറയും നീ കൊണ്ടുപോക്കോ, നിനക്ക് എത്ര വേണ്ട വെച്ചാൽ കൊണ്ടുപോക്കോ എന്ന് പറയും. എന്നിട്ട് പശു വൈക്കോല് കുറച്ച് അതിൻ്റെ മുഖം കൊണ്ട് ഇങ്ങനെ മുത്തശ്ശിക്ക് ഈ കാക്കയ്ക്ക് നീക്കിയിട്ട് കൊടുക്കും. നീ കൊണ്ടുപോക്കോ, മുത്തശ്ശിക്ക് എത്ര വേണ്ട വെച്ചാൽ കൊണ്ടുപോക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് കാക്ക എന്നിട്ട് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ കുറേശ്ശെ വൈക്കോലെടുത്ത് കൊത്തി അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കും. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ വൈക്കോല് കൊണ്ടുപോയി കുറേ വൈക്കോലാവും. എന്നിട്ട് പശുവിനോട് നന്ദി പറഞ്ഞിട്ട് കാക്ക പോവും. ഇനി ഞാൻ പോട്ടെ കേട്ടോ, ഇത്ര മതി എനിക്ക് വൈക്കോല്, തീ പിടിപ്പിക്കാനുള്ള വൈക്കോലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്ക പോവും. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മൂമ്മ കിടന്നുറങ്ങുക. അപ്പോൾ വിചാരിക്കും ഇനി അമ്മൂമ്മേനെ ഉണർത്തണ്ട, അവിടെ ഉറങ്ങിക്കോട്ടെ, പാവം വയ്യാണ്ടിരിക്കല്ലേ എന്ന് വിചാരിക്കും. എന്നിട്ട് കാക്ക തന്നെ ഈ അടുപ്പിൽ കുറച്ച് വൈക്കോലും പിന്നെ ആ നനഞ്ഞ വിറകുകൾ കുറച്ചൊക്കെ വെച്ച് കൊടുത്ത് തീപ്പെട്ടിക്കോലെടുത്തിട്ട് ഉരച്ച് അടിയിലേക്ക് വെക്കൂട്ടാ. എന്നിട്ട് വെള്ളം ഒരു കുഞ്ഞിയ കലത്തിൽ വെള്ളം എടുത്ത് അടുപ്പുമ്മ വയ്ക്കാനായിട്ട് കൊത്തിയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് വൈക്കോലുമ്മലേക്ക് തീ പടർന്നിട്ട് ഒക്കെ കൂടി ആളി ഈ കാക്കയുടെ മേലേക്ക് പിടിക്കും. അപ്പോൾ കാക്കയുടെ ചിറകും അവിടെയും ഇവിടെയൊക്കെ പൊള്ളും. എന്നിട്ട് കാക്ക കരയും. കാക്കയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ മുത്തശ്ശി ഓടി വരും. എന്നിട്ട് അയ്യോ എൻ്റെ കാക്കക്കുട്ടന് എന്താ പറ്റിയത്, നീ എന്താ ചെയ്ത മോനെ, തീ പിടിച്ചല്ലോ നിൻ്റെ മേലൊക്കെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വേഗം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് എല്ലായിടത്തും വേഗം തുടച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഇതിലൊക്കെ ആകെ കരിയായി ഒക്കെ തുടച്ചു കൊടുക്കും കഴുകി. അപ്പോൾ കുറേ സ്ഥലത്ത് പൊള്ളിയുണ്ടായിരുന്നു. മുത്തശ്ശി എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഒരു മരുന്നൊക്കെ എടുത്ത് ഇതിൻ്റെ ചിറകുമ്മലും ഇവിടെയൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കും. സാരമില്ല കേട്ടോ, ഇനി നീയെ എന്നോട് പറയാണ്ട് നീ എന്തിനാ അടുക്കളയിലേക്ക് പോയത്, ഞാൻ തീ പിടിപ്പിക്കില്ലായിരുന്നേ ഇല്ലേ, നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഓരോന്ന് ചെയ്തത്, അറിയാത്ത പണിയല്ലേ ഇതൊക്കെ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ സാരില്ല മുത്തശ്ശി പട്ടിണി കിടക്കണത് എനിക്ക് കാണാൻ വയ്യ, മുത്തശ്ശി തീരെ വയ്യാണ്ടും ഇരിപ്പല്ലേ, അതുകൊണ്ടാണ് ഞാൻ തനിയെ തീ പിടിപ്പിച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി എന്നിട്ട് കുറേ മരുന്നൊക്കെ പുരട്ടി കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ മേലത്തെ മുറിവുകളൊക്കെ കരിഞ്ഞു തുടങ്ങും. എന്നാലും അവന് പഴയ വെളുത്ത രൂപം തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ അവന് സങ്കടമാവും. അപ്പോൾ കാക്കോട് മുത്തശ്ശി പറയും സാരമില്ല, അപകടമൊന്നും കൂടാതെ നിന്നെ എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ, കറുത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ, നിനക്ക് ഈ രൂപം മതി, നിൻ്റെ രൂപത്തിലല്ല നിൻ്റെ സ്നേഹത്തിലാണ് എനിക്ക് നിന്നോട് സ്നേഹമുള്ളത്, അത് കാരണം നീ വിഷമിക്കണ്ടെന്ന് പറയും. അപ്പോൾ കാക്കയ്ക്കും സന്തോഷമാവും. അന്ന് തൊട്ട് വെളുത്ത കാക്കകളൊന്നുമില്ല. ആ കാക്കകളുടെ വംശങ്ങളാണ് പിന്നെ കറുത്ത കാക്കകളായിട്ട് രൂപം കൊണ്ടത്. ഇന്നത്തെ കാക്കകളൊക്കെ കറുത്തിട്ടല്ലേ, വല്ലപ്പോഴും ചിലപ്പോൾ ഒരെണ്ണത്തിനും അങ്ങനെ വെളുത്തത് കാണുള്ളൂ. അപ്പോൾ അന്ന് ഈ കാക്കയ്ക്ക് പൊള്ളൽ പറ്റിയ കാരണമാണ് പിന്നീടുള്ള കാക്കകളൊക്കെ കറുത്തതായി തീർന്നത്. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.